ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയ കെ മുരളീധരൻ തൃശൂരിൽ ഇന്നെത്തുകയാണ്. വൻ സ്വീകരണത്തിന് ഒരുങ്ങുകയാണ് പ്രവർത്തകർ. അപ്പോൾ കെ കരുണാകരന്റെ സ്മാരകത്തിലെത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷം നഗരത്തിൽ റോഡ് ഷോ നടത്താനാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പരിപാടി. അനുമോദ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. അനുമോദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കളം അവിടെ സജീവമാവുകയാണ് തൃശൂരിൽ. സുരേഷ് ഗോപി നേരത്തെ തുടങ്ങി, കോൺഗ്രസിന്റെ പട്ടികയെത്തി, വി.എസ്. സുനിൽകുമാർ അവിടെ സജീവമാണ്. ഇനി മുരളീധരൻ കൂടി എത്തുന്നതോടുകൂടി തൃശൂരിൽ ഏറ്റവും കൂടുതൽ ചൂട് പിടിക്കുന്ന ഒരു മണ്ഡലമായി മാറുന്നു. എപ്പോഴാണ് പുഷ്പാർച്ചനയൊക്കെ നടത്തി, എപ്പോഴാണ് റോഡ് ഷോ ആരംഭിക്കുക? ഗുഡ് മോർണിംഗ് എൽദോ. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന, ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്. ഇപ്പോൾ കെ മുരളീധരൻ, ടി എം പ്രതാപന് പകരം കെ മുരളീധരൻ കൂടി ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നതോടെ കളം മാറുകയാണ്. കാരണം ബി ജെ പിയിലേക്ക് പത്മജ ചുവട് മാറിയതോടെ കോൺഗ്രസിനുണ്ടായ ഒരു ക്ഷീണം അത് മുരളീധരനെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാക്കിയുള്ള മാസ്റ്റർ സ്ട്രോക്ക് കൊണ്ട് കോൺഗ്രസ് മറികടക്കുകയാണ്. നമുക്കറിയാം, കെ കരുണാകരന്റെ ലെഗസി അവകാശപ്പെടാൻ കഴിയുന്ന കെ മുരളീധരന് തൃശ്ശൂരിൽ ഉള്ള ഒരു സ്വീകാര്യത വളരെ വലുതാണ്. അത് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സാമുദായികമായിട്ടും എല്ലാ മേഖലകളിലും കെ മുരളീധരന് തൃശ്ശൂരിൽ ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് നേതൃത്വത്തിനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് DCCക്ക് മുമ്പിലാണ്. എനിക്ക് പിന്നിൽ കാണാം അദ്ദേഹത്തിന്റെ ഫ്ലക്സുകൾ. വടകരയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഫ്ലക്സുകളൊക്കെ ഇവിടേക്ക് തൃശ്ശൂരിലേക്ക് എത്തിച്ച് കഴിഞ്ഞു. കുറെ കൂടി വരാനുണ്ട്. ഇതിൽ നമുക്ക് കാണാം കടത്തനാടന്റെ വികസന നായകൻ. വടകര ഉൾപ്പെടുന്നത് കടത്തനാടിലാണല്ലോ. അത്തരത്തിൽ എഴുതിയ പക്ഷേ അവിടെ പകരം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം, പുതിയ മണ്ഡലത്തിന്റെ പേര് ഒട്ടിച്ച് അത്തരത്തിൽ അവിടെ ഉപയോഗിക്കാൻ വെച്ച ഫ്ലക്സുകളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഫ്ലക്സുകൾ വരാനുണ്ട്. ബോർഡും ബാനറുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു, ചുമരെഴുത്തുകളും തുടങ്ങിക്കഴിഞ്ഞു. അതായത് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തെ, അതായത് പത്മജയെ BJPയിലേക്ക് മാറിയപ്പോഴുണ്ടായ ഒരു വലിയ ഞെട്ടൽ, ഒരു വലിയ പ്രതിസന്ധി, അതിനെ കെ മുരളീധരനിലൂടെ തന്നെ മറികടക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ യാത്ര, കോഴിക്കോട് നിന്നുള്ള യാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. കുർള എക്സ്പ്രസിലാണ് അദ്ദേഹം തൃശ്ശൂരിലെത്തുക. 10:40 അദ്ദേഹത്തിന്റെ ട്രെയിനിന്റെ സമയമുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ശേഷം ഓപ്പൺ ജീപ്പിൽ റോഡ് ഷോ നടത്തി അദ്ദേഹം നേരെ DCCയിലേക്കാകും വരിക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇവിടെ നിന്നുമാവും അദ്ദേഹം മുരളി മന്ദിരത്തിലേക്ക് പോയി പുഷ്പാർച്ചന നടത്തി അച്ഛന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുക. അതിനുശേഷം അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ അവസാന നിമിഷം മാറ്റത്തിന് സാധ്യതയുണ്ട്. ഇതുതന്നെയാണെങ്കിലും റോഡ് ഷോയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കാരണം തൃശ്ശൂരിലെ കോൺഗ്രസുകാർ കെ മുരളീധരൻ അവർക്ക് നൽകാനും കഴിയുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സ്വീകരണം നൽകി മുരളീധരന്റെ വരവറിയിക്കുകയാണ് ഈ റോഡ് ഷോയിലൂടെ. നമുക്കറിയാം, സുരേഷ് ഗോപിയെയും വി.എസ്. സുനിൽകുമാറും ഒക്കെ കളം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രചരണത്തിൽ വേറെ മുൻപിലാണിവർ. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി മുരളീധരന്റെ മുന്നിൽ നിർത്തി വേണം പട നയിക്കുവാൻ. മുരളീധരന്റെ വരവ് ഒരു ആഘോഷമാക്കി തന്നെ അത് തൃശ്ശൂരുകാരെ ആഘോഷിക്കുകയാണ് കോൺഗ്രസുകാർ. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഈ റോഡ് ഷോ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മണ്ഡലത്തിൽ അറിയിക്കുവാനും ഇനിയുള്ള ദിവസങ്ങളിൽ സജീവ പ്രചരണത്തിനിറങ്ങുന്നതിന് മുമ്പ് വലിയ ആഘോഷമായ റോഡ് ഷോയിലൂടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. എന്താണെങ്കിലും നിലവിൽ തൃശ്ശൂര് കോൺഗ്രസുകാർ വലിയ ഒരു തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്നും കെ മുരളീധരനിലൂടെ കരകയറുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്ന് തൃശ്ശൂർ മണ്ഡലത്തിലാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് നിസ്സംശയം പറയാം. എന്താണെങ്കിലും പ്രചരണത്തിലേറെ മുൻപിലുള്ള NDA LDF സ്ഥാനാർത്ഥികൾക്കൊപ്പമെത്താൻ ഇനി UDF സ്ഥാനാർത്ഥിയ കെ മുരളീധരനും കച്ചമുറുക്കി ഇറങ്ങുകയാണ്. എൽദോ. എന്തായാലും തൃശ്ശൂരിൽ അവിടെ കളം അത് സജീവമാകാണ്. അനുമോദ്, ഒപ്പം ഈ ഇന്നത്തെ ഒരു പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ മുരളീധരൻ സജീവമാകാൻ റോഡ് ഷോ എത്തുമ്പോൾ മറ്റ് പ്രമുഖ നേതാക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമോ ഇന്ന് അവിടെ? ഇനി മറ്റൊന്ന്, ഈ പത്മജയെ അവിടെ കളത്തിലേക്ക് കൊണ്ടുവരാൻ BJP ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ പത്മജ എന്ന മണ്ഡലത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിവരം
ഇവിടെ അതാണ് ശരിക്കും നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം. അതായത് സ്വന്തം ചേട്ടനെതിരെ അനുജത്തി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ഒരു കാര്യമാണ് ഇവിടെ കണ്ടറിയേണ്ടത്. കാരണം BJPക്ക് വേണ്ടി പത്മജ ഈ തൃശ്ശൂരിൽ പ്രചരണത്തിന് ഇറങ്ങിയാൽ അത് പ്രചരണം നടത്തുന്നത് സ്വന്തം ജ്യേഷ്ഠനായ K മുരളീധരനെതിരെയാണ് എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ മുരളീധരൻ മത്സരിക്കുമ്പോൾ പത്മജ സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ സൂചന BJP നേതൃത്വം നൽകിയിട്ടില്ല. അത് ഒരുപക്ഷെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ കൂടി അഭിപ്രായം അതിൽ പ്രധാനമായിരിക്കാം. എന്തിനാണെങ്കിലും നിലവിൽ പത്മജ എപ്പോൾ തൃശ്ശൂരിലെത്തുമെന്നോ പ്രചാരണത്തിൽ എപ്പോഴും ഇറങ്ങുമെന്ന കാര്യത്തിൽ BJP നേതൃത്വം കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകിയിട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ ചർച്ചകൾ ആ ഒരു കാര്യത്തിൽ വേണം എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇന്ന് തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ തൃശ്ശൂരിലെത്തി റെയിൽവേ സ്റ്റേഷൻ മുതലുള്ള അദ്ദേഹത്തിന്റെ സ്വീകരണത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം എല്ലായിടത്തും തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ എല്ലായിടത്തും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ്, തിരക്കുകളാണ്. അപ്പോൾ ഇന്ന് K മുരളീധരനെ സ്വീകരിക്കാൻ തൃശ്ശൂരിലെ നേതാക്കൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. എൽദോ. ശരി അനുമോദ്, എന്താണെങ്കിലും തുടരുക.